അമ്മേമോളെന്താ പരിപാടി? ഞങ്ങള് പഴം വെച്ചിട്ടൊരു പാപ്പ ഉണ്ടാക്കാൻ പോവാ. ഇതിനെയും പിടിച്ച് ഞാൻ ഇവിടെ ഇരുത്തിയതാ. ഐഷു ഒരു ഹായ് പറ. ഐഷു ഹായ്. ഹായ്. ഇതെന്ത് ചെയ്യാനാടി? ഇത് കുറേ ദിവസമായി ഓൺലൈനിലൊരു പുതിയൊരു ഡിഷ് കിടന്ന് കറങ്ങുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാനാണ്. നല്ല പഴം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് ഉണ്ടാക്കുന്നത്. നാടൻ ഏത്തപ്പഴമാണേ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു നല്ല സ്നാക്സ് ഉണ്ടാക്കി കാണിക്കാം. ഈവനിങ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇപ്പോഴേ ഐഷു പഴമെല്ലാം പറക്കി തിന്നു തുടങ്ങി കേട്ടോ. നല്ല മധുരമുള്ള പഴമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക. ഐഷു സ്നാക്സ് ഉണ്ടാക്കണ്ട. അവൾക്ക് സ്നാക്സ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഏത്തപ്പഴം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള കറുത്ത ആ ഒരു ഇത് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അല്ലാണ്ട് ഇതുപോലെ കുനുകുനോന്ന് അരിഞ്ഞെടുത്താലും ഓക്കെയാണ്. ഇതിപ്പോൾ ഒരുപാട് ആ കറുത്ത ആ ഒരു തരിയില്ല. അപ്പോൾ ഞാനിതിങ്ങനെ അരിഞ്ഞെടുക്കുവാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ചാലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ വരാം. അപ്പം ഞാനൊരു ബ്ലെൻഡറിലോട്ട് മാറ്റുവാണേ. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ മിക്സിയിലിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അപ്പം ലേശം കൂടി പഴമുണ്ട് കേട്ടോ. കണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ തരി പോലെ ഉണ്ടാവുമേ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി ലേശം കൂടി ഉണ്ട് കേട്ടോ പഴം. അതിനകത്തേക്ക് നമ്മൾ 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അതിനി സ്പെഷ്യലായിട്ട് പൊടിച്ചൊന്നും ചേർക്കാൻ വയ്യ എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള അനുസരിച്ച് ചേർക്കുക. കൊച്ചു മക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് പഞ്ചസാര കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ലേശം പഞ്ചസാര ചേർത്തു. 2 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട കേട്ടോ, ഒത്തിരി കഴിഞ്ഞ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ആവാൻ. ഒരല്പം അത് മതിയാവും. ഇനി ലേശം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്. ഇത് ഇത്തിരി മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, അല്പം. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അത് മതിയാവും. നമ്മളെടുത്തുന്ന പഴത്തിൻ്റെ ഒരു അളവിന് വേണം ചേർക്കാൻ. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇടത്തരം പഴമാണ് കേട്ടോ. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് വേണം ഇനി ചേർക്കാൻ. കണ്ടോ, കട്ട ഉടച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരു വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് പഴത്തിനകത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. പഴത്തിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ മിക്സ് ചെയ്തു ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ഒന്ന് ലൂസാവണം. അപ്പോൾ ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ മതിയേ, കൂടി പോരുത് പാല്. കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നോക്കുക പാല് ഓക്കെ ആണോ. അതിന് ശേഷം വേണം കൂടുതൽ ഒഴിച്ച് ചേർത്ത് കൊടുക്കാവേ, അല്ലെങ്കിൽ കുറേ വെള്ളമായി പോകും. ഐഷു അങ്ങ് സന്തോഷിക്കുവാന്ന് ഇവിടെ കിടന്ന്. അതുപോലെ പൊടി കട്ടയായിട്ട് അവിടെ ഇരിക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുമല്ല ഇതിൻ്റെ ഒരു പാകം. ഇച്ചിരി കൂടെ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ പാലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലൊരു മിക്സൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ ചായയും കൂടി വെച്ചതാണേ. അപ്പോൾ ചായ അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ചായ അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ എന്നാ പറഞ്ഞു.
അപ്പം ഞാനേ ചായയും കൂടി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ ഇന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെള്ളമല്ല വെള്ളമാകും അല്ല അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാവണം. ജസ്റ്റ് ഇതുപോലെ സ്പൂണിൽ നിന്ന് വിടാറാവുന്ന ഒരു പരുവം, അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചായ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ. ആയോ വെക്കാറായോ? ഇതുപോലെ ഒരു സ്പൂണായിട്ട് നമുക്ക് ഇട്ട് നോക്കാം. എന്താവോന്ന് അറിയത്തില്ല. ഇത് പരീക്ഷണോ? വിജയിക്കുവോ? അതിപ്പോ പറയാൻ പറ്റില്ല. വിജയിച്ചാ പറയാം വിജയിച്ചെന്ന്. എന്തായാലും പഴമായോണ്ട് എനിക്കൊരു പഴവും മൈദയില്ലേ വിശ്വാസമുണ്ട്. പക്ഷെ തീ നന്നായിട്ട് കുറച്ചിടണേ. പരീക്ഷണമാണ് ഗൈസ്. ഐഷു മമ്മിയെ വിളിക്കുന്നു. മമ്മി മമ്മി ജസ്റ്റ് ഒരു വശം ഒന്ന് വേവട്ടെ. എന്ത് മോനെ മമ്മി എന്തി മമ്മി എന്തി? തപ്പോ 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 തപ്പോ. അപ്പൊ നമുക്ക് ഒരു വശം മറിച്ചിടാറായിട്ടോ. പെട്ടെന്നായി. തീ കുറച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണേ, അല്ലെങ്കിൽ അകം വേവത്തില്ല. നല്ല രസമുണ്ട് കാണാൻ. ഷേപ്പൊന്നും നമുക്ക് കിട്ടത്തില്ല. സ്പൂണിലല്ലേ? ഇതുപോലെ എനിക്ക് തീ ഉറച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. അകം വേവണം നന്നായിട്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. എണ്ണയൊന്ന് പോട്ടെ. നല്ല സക്സസ്. അറിയത്തില്ല ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നോക്കട്ടെ ഒരാള്. നോക്കാറായില്ല മോനെ. നോക്കട്ടെ അഴിച്ചുകൊട്ടം നോക്കട്ടെ. എന്നാ അടുത്ത റൗണ്ട് ഇടാം. അപ്പത്തേക്കാൾ ചൂടാറി. നീ തരാനൊക്കെ പറയുന്ന കേട്ടോ ഐഷു. തരാറായില്ല മോനെ. നോക്കട്ടെ എന്നൊക്കെ. ഇതേ വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓയിലിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി കിടക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു വയ്ക്കും. നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും സമയം രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും എന്നൊക്കെ. പക്ഷെ ഉച്ചയ്ക്കും രാവിലെ ഒന്നുമല്ല. ഇത് സമയം വെളുപ്പിന് 3 മണിയാണേ. ഐഷു ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. അത് സമയം കളയണ്ടല്ലോ. അപ്പം ഇത് നമുക്ക് പോരാം. പാട്ട് പാട് ലാല. പാടി പാട് മോനെ. ക്യാമറ കണ്ട പിന്നെ ഐഷു മിണ്ടത്തില്ല. ഒരു റൗണ്ട് കൂടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു റൗണ്ട് കൂടെ ഉണ്ടാവും. ഐഷുക്കുട്ട എടുക്കാന്നാ പറയുന്നത്. എടുക്കാനോ? അയ്യോ എടുക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞ പേടിയാ. കാരണം വെളിച്ചെണ്ണ കെട്ടി പാത്രം അങ്ങനെ ചാടി.
ഏത് പാട്ടാണെന്ന് മനസ്സിലായോ? ആ പാട്ട് പാട്. പാട്ട് പാടാങ്കി എടുക്കാം. പാട്. അമ്മ പാടുന്നു, മമ്മി പാടി. പാട്ട് പാട്. ലാല. അച്ഛനോട് പറ പാട്ട് പാടാൻ. ലാ 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 മോൻ താളം അടിക്കുക. ഒന്ന് പാടി അയച്ചു പ്ലീസ്. അയച്ചു കഷ്ടമുണ്ട്, ഉറക്കാൻ വരുന്നുണ്ട്. ഇപ്പോഴെങ്ങാനും ഉറങ്ങുമോ? ഇതൊക്കെ കഴിഞ്ഞ് എന്ന് ഞങ്ങൾ ജോലിക്ക് പോകാനാ? അടവ് എടുക്കാനുള്ള അടവാണ് ഇതെല്ലാം. വാ വാ വാന്ന് വിളിച്ച് എൻ്റെ ഒക്കത്ത് കയറി ഇരിപ്പായിട്ടുണ്ട്. ഇനി ഉറങ്ങിക്കോ ഉറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? ഇതാണെന്നറിയോ, ജനിച്ച് വീണപ്പോൾ തന്നെ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മോതിരടിച്ചുകൊണ്ടു. എന്നിട്ട് ഞാൻ അമ്മയുടെ മോടെ അടിച്ചോട്ട് പോകാൻ നോക്കാം. ഇറങ്ങിച്ചാടാൻ ഞാൻ സമ്മതിക്കപ്പോ ഞാൻ ഇറങ്ങിച്ചാടാൻ സമ്മതിക്കും. അപ്പോൾ ഈ സ്പൂൺ പഴംപൊരി എന്നാട്ടോ ഇതിന് പേരിട്ടേണത്. കുറേ ചാനലിലൊക്കെ ഇത് കണ്ട് കുറേ ദിവസമായിട്ട് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുറച്ചുകൂടി നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അരിപ്പൊടി കൂടി ചേർത്താൽ കേട്ടോ. മൈദപ്പൊടി ചേർത്തതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി അരിപ്പൊടി കൂടി, ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഐഷ് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചാച്ചനും ഉണ്ട്, ചാച്ചനും കഴിക്കുക. ഞങ്ങൾ ചായയും ഒക്കെ ഇട്ട് ഇത് കഴിക്കുവാണേ. ഉറങ്ങിയിട്ടില്ലായിരുന്നു ഐഷു. ഒന്നും ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ചൂടാ, അതുകൊണ്ടാ. കണ്ടോ, ഉണ്ണിയപ്പം പോലെ ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. എന്തോ മണി വേണ? ചൂട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളും അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂട്ടി ചായ കഴിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിച്ച്. ഞങ്ങളിനി രാവിലെ നേരെ ജോലിക്ക് പോകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ടാറ്റ കൊടുത്തേ. ടാറ്റാ. കയ്യിലുള്ളത് കഴിക്കുക, കയ്യിലുള്ളത്. നീ കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ച് കാണിച്ചു കൊടുത്തേ. നീ അമ്മ കഴിക്കുന്ന കാണിച്ചു തരാം. അമ്മ ദേ അമ്മ ഏ